നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കുതിരവട്ടം ഗണപത് AUP സ്കൂൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങി സർക്കാർ. മാനേജ്മെന്റിന്റെ അനാസ്ഥയും സ്കൂൾ അറ്റകുറ്റപ്പണി നടത്താത്തതും കാരണം ഇത്തവണ ഒരു വിദ്യാർത്ഥി പോലും ഇവിടെ പഠനത്തിന് എത്തിയിരുന്നില്ല. ഒരു പൊതുവിദ്യാലയം പോലും പൂട്ടില്ലെന്ന സർക്കാർ പ്രഖ്യാപനം നിലനിൽക്കെയാണ് നടപടി. എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിരവധി പ്രമുഖർ അക്ഷരലോകത്തേക്ക് ചുവടുവെച്ച ഗണപത് കുതിരവട്ടം AUP സ്കൂൾ ഇനി ആ തലയെടുപ്പില്ല. ഓർമ്മയാകുന്നത് 138 വർഷത്തെ പാരമ്പര്യമാണ്. ഒരുപാട് കുട്ടികൾ പഠിച്ച ക്ലാസ് മുറികൾ ഇന്ന് നിശ്ചലമാണ്. പാതി തകർന്നിരിക്കുന്ന ബെഞ്ചും ഡെസ്കും, പൊടിപിടിച്ച പുസ്തകങ്ങളും, പഴകി ദ്രവിച്ചു തുടങ്ങിയ ലാബ് ഉപകരണങ്ങളും, കുട്ടികൾ ചിത്രങ്ങൾ വരച്ചു പഠിച്ച കടലാസുകളും ഇവിടെ അനാഥമായി കിടക്കുന്നു. നിറയെ കുട്ടികൾ പഠിച്ച വിദ്യാലയം. എന്നാൽ ഈ അധ്യയന വർഷം കുട്ടികളില്ലെന്ന വാദമുന്നയിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അടയ്ക്കാൻ തീരുമാനിച്ചത്. നേരത്തെ കറസ്പോണ്ടന്റ് മാനേജറായി എല്ലാം പരിപാലിച്ചിരുന്ന റാൽഫ് മെറൻസ് കോവിഡ് പിടിപെട്ട് മരിച്ചതോടെയാണ് സ്കൂൾ അനാഥമായത്. കോഴിക്കോട് നിന്നും ലണ്ടനിലേക്ക് ചേക്കേറിയ യഥാർത്ഥ മാനേജർ അറ്റകുറ്റപ്പണി നടത്താത്തതും സ്കൂൾ അടച്ചുപൂട്ടാൻ വഴിയൊരുക്കിയതായി പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂളിലെ ജീവനക്കാരിയുമായ N. സജിഷ പറയുന്നു. എല്ലാ സ്കൂളുകളും ഹൈടെക് ആകുമ്പോൾ നമ്മളെ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ കുറവാണ്. ആ ഒരു കാരണത്താൽ പാരൻസ് ഇവിടെ ചേർത്താൻ വിമുഖത കാണിക്കാറുണ്ട്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് വിദേശത്തായതുകൊണ്ട് നമുക്ക് അവരെ ബന്ധപ്പെടാൻ യാതൊരു നിവൃത്തിയില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഈ ഫോൺ നമ്പറോ അഡ്രസ്സോ കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്കും അവർക്ക് നൽകാൻ കഴിയുന്നില്ല. നല്ല സൗകര്യങ്ങളുള്ള സ്കൂളാകുമ്പോൾ തീർച്ചയായും കുട്ടികളെ വിടും. അപ്പം അടുത്ത വർഷം ഈ സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുക. ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പം അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ ഞാനുൾപ്പെടെ ഒരുപാട് പേർക്ക് പകർന്നു തന്ന ഈ വിദ്യാലയം ഒരിക്കലും അടച്ചു പൂട്ടരുത് എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. 26 വർഷമായി സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വെച്ചു കൊടുത്തിരുന്ന K. രുക്മിണി ചേച്ചിക്ക് ഒരു വിദ്യാർത്ഥി പോലും ഇല്ലാത്ത സ്കൂളിന്റെ അവസ്ഥ കണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. 26 കൊല്ലമായി വർക്ക് ചെയ്തിട്ട് പാചകം ചെയ്യാൻ തുടങ്ങിയിട്ട് 22 വർഷമായി. ലാസ്റ്റ് ഇപ്പോൾ 40 കുട്ടികൾ കഴിഞ്ഞ ശേഷം പിന്നെ 10 കുട്ടികൾ, അങ്ങനെ കുട്ടികൾ കുറഞ്ഞ് വന്നതാണ്. പിന്നെ ലാസ്റ്റ് 5 കുട്ടികളായി വേറെ സ്കൂളിലേക്ക് മാറ്റി. ഇവിടെ കുട്ടികൾ വേറെ വരാത്തത് കൊണ്ട് പുതിയ കുട്ടികളൊന്നും വന്ന് ചേർന്നില്ല. എന്താ കാരണം അറിയില്ല. 600ഓളം കുട്ടികളും 26 അധ്യാപകരും ഉണ്ടായിരുന്ന പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു വസന്തകാലം കുതിരവട്ടം AUP സ്കൂൾ ഉണ്ടായിരുന്നെന്ന് പൂർവ്വ വിദ്യാർത്ഥിയായ ജിമീഷ് കോട്ടൂളി പറയുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 500-ൽ പരം ആളുകൾ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഒരു ക്ലാസ് 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. ഒരു 5ാം ക്ലാസ്സിലാണ് Aയും Bയും Cയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് മുറിയൊക്കെ അന്ന് വന്ന് കാണുമ്പോൾ ഇന്ന് വന്ന് കാണുമ്പോൾ ഒരുപോലെയാണുള്ളത്. യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും റിനോവേഷനും നടന്നിട്ടില്ല നാളിതുവരെ. ആ ഒരു എല്ലാ സ്കൂളും എല്ലാത്തിനും ഉപരി നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂൾ പഴയ പോലെ തന്നെ നിൽക്കുമ്പോൾ വീട്ടുകാർ കുട്ടികളെ ഈ സ്കൂളിൽ പറഞ്ഞയക്കാൻ ഒരു വിമിഷ്ടം കാണിക്കും. അതുകൊണ്ടാണ് സ്കൂളിൽ പുതിയതായിട്ട് വിദ്യാർത്ഥികൾ വരാത്തത്. ഇതിന് ഒരു തരത്തിലുള്ള റിനോവേഷൻ നടന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കാൻ സാധിക്കും. ഇവിടെ സർക്കാർ ശമ്പളം വാങ്ങി വർഷങ്ങളായി സർവീസിലുള്ള പ്രധാന അധ്യാപകർ ഉൾപ്പെടെ 2 അധ്യാപകരെയും ഒരു ജീവനക്കാരിയെയും മാറ്റി നിയമിക്കുകയാണ്. ഈ മാസം 15-ാം തീയതിയോടെ ഇവരെ മാറ്റി നിയമിക്കും. കഴിഞ്ഞ വർഷം 5 വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിരുന്നു. ഈ വർഷം ഇവർ പ്രവേശനോത്സവത്തിന് എത്തിയിരുന്നെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു പല വിദ്യാലയങ്ങളിലേക്കും മാറിപ്പോവുകയായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന ഈ സ്കൂളിൽ നിന്ന് അടച്ചുപൂട്ടൽ നടപടി നേരിടുകയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്യാമറാമാൻ അതീന്ദർ ജിത്തുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.